ഫ്രണ്ട്സ്, ഇതൊരു അസൂസിന്റെ വിവോ ബുക്ക് ആണ്. അപ്പോൾ അതിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറയുന്നത് സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് സിസ്റ്റം നോ ഡിസ്പ്ലേ ആണ്, അഥവാ ഡിസ്പ്ലേ ഇല്ല. സിസ്റ്റം ഒക്കെ വർക്കിംഗ് ആണ്. കീബോർഡ് ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഉണ്ടല്ലേ, കീബോർഡ് ഡിസ്പ്ലേ ഓക്കെയാണ്. അതേമാതിരി തന്നെ എക്സ്റ്റേണൽ ഡിസ്പ്ലേയും വരും. ഈ കസ്റ്റമർ ഓതറൈസ്ഡ് 2 സർവീസ് സെന്ററിൽ കാണിച്ചു. ഒരു സർവീസ് സെന്റർ എന്ന് പറയുന്നത് മദർ ബോർഡ് ഫുൾ ആയിട്ട് മാറ്റാനാണ് പറയുന്നത്. ഒരു സർവീസ് സെന്റർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ കേബിൾ മൊത്തത്തിൽ മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ടൈപ്പിൽ സർവീസ് എന്ന് 2 ഡയലോഗ് വരാനുള്ള റീസൺ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയ ട്രെയിനിങ് അഥവാ കറക്റ്റ് പ്രോപ്പർ വേലുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ട്രെയിനർ അഥവാ നമുക്ക് ട്രെയിനിങ് തരുന്ന ആളെന്തായിരിക്കണം, 100% ചിപ്പ് ലെവൽ അഥവാ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ലോട്ട് എന്ത് കിട്ടും, എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ കഴിയും. രണ്ടാമത്തെ നമ്മൾ തിയറി പാർട്ട് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലോ അവന്മാർക്ക് എന്താണെന്നുണ്ടെങ്കിൽ അവരൊരു റിവേഴ്സ് എഞ്ചിനീയറിലായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഞാൻ പറയില്ലേ, ഇങ്ങനെ വേണ്ട അതേമാതിരി തന്നെ ഇങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഷോർട്ട് കട്ടിൽ പോയാലും കാര്യങ്ങൾ നടക്കും, ഇങ്ങനെയും പോയാലും കാര്യങ്ങൾ നടക്കും. പക്ഷേ ഓപ്പറേറ്റർ സീരിയസ് ഒക്കെ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴിയിലാണ് അവർ പോകുക. അഥവാ പ്രൊട്ടക്ഷൻ, അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടുതലുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടക്ഷൻ ഒന്ന് കുറച്ചിട്ട് എന്ത് ചെയ്യുക, സാധനം ഷോർട്ട് കട്ടിൽ അടിക്കുക, സംഭവം സെറ്റാക്കുക, ഡിസ്പ്ലേ വരുത്തുക, മെത്തേഡിൽ കാര്യം ചെയ്യാൻ പറ്റും. ബോർഡ് റീപ്ലേസിങ്ങിനോ കാര്യത്തിനോ നമ്മൾ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നു വെച്ചാൽ വളഞ്ഞ വഴി നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ വളഞ്ഞ വഴി പിടിക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ ബോർഡ് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് അവർ പോവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർമൽ പർപ്പസിൽ സാധനം വർക്കൗട്ട് അല്ല, ഡിസ്പ്ലേ കാര്യങ്ങൾ എന്താണ് കംപ്ലൈൻറ്റ്, ആ കംപ്ലൈൻറ്റ് നമുക്ക് തീർത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരെ ഷോർട്ട് കട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സിസ്റ്റം വർക്കിംഗ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സർവീസ് ചെയ്തെടുക്കാം. ഓക്കെ.